പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് നീ ആവരുതെന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആരവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ ഒന്ന് വായ തുറക്കാനോ പോലും ശക്തിയില്ലാതെ നിൽക്കുകയായിരുന്നു ജാൻവി. അവൾക്ക് തന്റെ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ ആരവേട്ടനെ നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആരവ് വീണ്ടും തുടർന്നു. വേണ്ടായിരുന്നു ജാൻവി, നീ എല്ലാം അറിഞ്ഞു വെച്ച് എൻ്റെ കുഞ്ഞുമായി അടുക്കാൻ പാടില്ലായിരുന്നു. നിന്റെ ജീവിതം ഇപ്പൊ ശാന്തമാണ്. നിനക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, ഒരു കുഞ്ഞും അവൻ്റെ അച്ഛനും. നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഞാനും എൻ്റെ മോളും ഇനി അതിനൊരു തടസ്സമാകില്ല. ഞാനായിട്ട് ഒരിക്കലും നിന്നെ തട്ടിക്കളഞ്ഞതാണ്. പക്ഷേ എപ്പോഴും എൻ്റെ ഉള്ളിൽ നീ കയറിപ്പറ്റിയത് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. അത് തുറന്ന് പ്രകടിപ്പിക്കാതിരുന്നതും എൻ്റെ തെറ്റ്. ഇനി പഴയ കാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിരാശയോടെ കണ്ണിലുണ്ടുകൂടിയ കാർമേഘത്തെ തൻ്റെ ഗൗരവത്താൽ മറച്ച് ആരവ് പറഞ്ഞു. എങ്കിലും അവൻ്റെ സ്വരത്തിലെ പതർച്ച വ്യക്തമായിരുന്നു. ഇതെല്ലാം കേട്ട് തറഞ്ഞിരിക്കാൻ മാത്രമേ ജാൻവിക്ക് കഴിഞ്ഞുള്ളൂ. ആരവിൻ്റെ വാക്കുകളിൽപ്പെട്ട് ഉഴറുകയായിരുന്നു ജാൻവി ആ സമയം. തനിക്കൊരു കുടുംബമോ ഒരു കുഞ്ഞും അവൻ്റെ അച്ഛനും എനിക്കുണ്ടെന്നോ? ആരവേട്ടൻ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചത് എന്ന് ചോദിക്കാൻ തോന്നി. പക്ഷെ നാവ് പൊങ്ങുന്നില്ല. ശരീരമെല്ലാം കുഴഞ്ഞു പോകും പോലെ. ഇല്ല, ഇനിയും തനിക്കൊന്നും കേൾക്കാൻ വയ്യ. അങ്ങനെ നിന്ന് അവളുടെ മനസ്സിൽ തൻ്റെ ആരവേട്ടൻ്റെ മനസ്സിൽ താനുണ്ടായിരുന്നു എന്ന ചിന്ത കടന്നു വന്നത്. അപ്പോൾ ആരവേട്ടന് തന്നെ ഇഷ്ടമായിരുന്നോ? ആ ചിന്തയിൽ അവൾ തൻ്റെ കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു നിന്നു. ഇനി തനിക്ക് ഗൗരവത്തിന്റെ മുഖം മൂടിയിട്ട് അധികം നേരം പിടിച്ചു നിൽക്കാൻ ആവില്ല എന്ന് മനസ്സിലായ ആരവ് താൻ ഇനി കരഞ്ഞു പോകും എന്ന അവസ്ഥയിലായപ്പോൾ ജാൻവിയുടെ മാറിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടു കിടന്നുറങ്ങിയ തൻ്റെ കുഞ്ഞിപ്പെടിനെയും എടുത്ത് വലിച്ചെടുത്തു. തൻ്റെ അമ്മയുടെ ചൂടിൽ നിന്നും അകന്നു എന്ന് മനസ്സിലായ അപ്പു ഒന്ന് ചിണുങ്ങി ആരവിൻ്റെ ഒതുങ്ങിക്കൂടി. ജാൻവി തൻ്റെ കുഞ്ഞിപ്പെടിനെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലോ എന്ന ദുഃഖത്താലും അതുപോലെ താൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും തൻ്റെ പ്രിയനിൽ നിന്നറിഞ്ഞവൾ ഞെട്ടലിൽ തന്നെയായിരുന്നു. തന്നെ ആരവ് തെറ്റിദ്ധരിച്ചതും അവളെ വേദനയിലാഴ്ത്തി. എല്ലാം കൂടി അവളെ ചുട്ടുപൊള്ളിച്ചു. അവൾ ആ ഉമ്മറപ്പടിയിൽ തന്നെ തളർന്നിരുന്നു. അവൾ ജീവനോടെ ഉണ്ടെന്നടയാളം അവളുടെ കവിളിലൂടെ ഒഴുകുന്ന മിഴിനീർ മാത്രമായിരുന്നു. ഒരു ചലനവുമില്ലാതെ അവൾ അവിടെ ഇരുന്നു. ആരവിനെയും കുഞ്ഞിനെയും അന്വേഷിച്ച് അവർ പോകാറുള്ള പാർക്കിലും ബീച്ചിലും ഒക്കെ നോക്കിയിട്ട് ആരവിനെ കാണാതെ നിരാശയോടെ സിദ്ധു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ ആരവിന്റെ കാർ വെളിയിൽ കിടക്കുന്നത് കണ്ട് സിദ്ധു ആശ്വസിച്ചു. അകത്ത് കയറി ആരവിന്റെ മുറിയിലേക്ക് താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ആരവിനെ അറിയിക്കാനായി വന്ന സിദ്ധു കാണുന്നത് എന്തൊക്കെയോ വാരിക്കൂട്ടി പാക്ക് ചെയ്യുന്ന ആരവിനെയാണ്. സിദ്ധു അവനെയൊന്ന് ആകമാനം നോക്കി. ആരവിന്റെ കണ്ണുകൾ ചുവന്നിരിപ്പുണ്ട്. നന്നായി അവൻ കരഞ്ഞിട്ടുണ്ടെന്ന് സിദ്ധുവിന് മനസ്സിലായി. സിദ്ധു ആരവിന്റെ അടുത്ത് ചെന്ന് അവന്റെ തോളിൽ കൈവച്ചു. എന്താടാരോ, നീ എന്താ വല്ലാതിരിക്കുന്നത്? നിനക്കെന്തു പറ്റി? നീ എവിടെ പോവാ എല്ലാം കെട്ടിപ്പറക്കി? സിദ്ധുവിന്റെ ഒരു ചോദ്യത്തിനും മറുപടി കൊടുക്കാതെ ആരവ് വീണ്ടും താൻ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ തുടർന്നു. അപ്പൂസന്തിയെ എന്ന് പാളി നോക്കിയ സിദ്ധു കാണുന്നത് ഒരു പാവയും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന അപ്പൂസിനെയാണ്. സിദ്ധു ആരവിനെ വീണ്ടും വിളിച്ചു. താൻ വിളിക്കുന്നത് കേൾക്കാതെ പിന്നെയും എല്ലാം വാരിക്കൂട്ടി പാക്ക് ചെയ്യുന്ന ആരവിനെ കണ്ട് ദേഷ്യം വന്ന് സിദ്ധു ആരവിനെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറിക്ക് വെളിയിൽ കൊണ്ടുപോയി. ബലം പിടിച്ച ആരവിനെ രൂക്ഷത്തോടെ നോക്കി സിദ്ധു അവനെ ബലമായി വെളിയിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു. അല്ല, അലറലായിരുന്നു അത്. എടാ പുല്ല്, നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എവിടെ പോകുവാണെന്ന്? അവിടെ വെച്ച് ഞാൻ ഒച്ചയുണ്ടാക്കാതിരുന്നത് അപ്പു ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്. ഞാനും എൻ്റെ മകളും ഇവിടുന്ന് പോവാടാ. ഇനി ഞങ്ങൾ കാരണം അവളുടെ ജീവിതം നശിക്കാൻ പാടില്ല. ആരും നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കെല്ലാം അറിയാം സിദ്ധു, ഞാൻ എല്ലാം അറിഞ്ഞു എന്ന്. നീ എന്താ അറിഞ്ഞെന്നാ പറയടാ, നീ എന്താ അറിഞ്ഞത്? ആരവ് ഇന്ന് നടന്ന കാര്യമെല്ലാം സിദ്ധുവിനോട് പറഞ്ഞു തീർന്നതും സിദ്ധു പാഞ്ഞു വന്ന് ആരവിന്റെ കവിളിൽ ആഞ്ഞ് ഒരു തല്ലുകൊടുത്തു. ആ അടിയിൽ തറഞ്ഞു നിന്ന ആരവിനെ സിദ്ധു വലിച്ചു കൊണ്ടുപോയി കസേരയിൽ ഇരുത്തി. എന്നിട്ട് സിദ്ധു പറഞ്ഞു തുടങ്ങി അവൻ അറിഞ്ഞതെല്ലാം. നീ എന്തറിഞ്ഞെന്നാടാരോ? നീ കുറെ അറിഞ്ഞെന്ന്. നീ എല്ലാം അറിഞ്ഞ നീ കാണിച്ചു കൂട്ടിയതിനൊക്കെ നീ നീറും. സിദ്ധുവിന്റെ ശബ്ദമുയർന്നു. നീ എന്തൊക്കെയാടേ പറയുന്നത്? ഇതിൽ കൂടുതൽ ഞാൻ നീ എന്തറിയാനാ? അല്ലെങ്കിൽ തന്നെ നീ ഒന്നും അറിഞ്ഞിട്ടില്ല. നീ തന്നെ ഊഹിച്ചെടുത്ത ഓരോ കാര്യങ്ങൾ വെച്ചാ നീ എല്ലാം ചെയ്തു കൂട്ടിയത്. നിനക്കറിയാമോടാ, നീ വല്ലവന്റെയും കൊച്ചാണെന്ന് പറഞ്ഞ അദ്രിത് ആരുടെയാണെന്ന്? സിദ്ധു ദേഷ്യത്തോടെ ചോദിച്ചു. എടാ, അത് അജീഷിന്റെ എന്ന് മുഴുവൻ പറയുന്നതിന് മുൻപ് സിദ്ധുവിന്റെ കൈ ഒന്നുകൂടി ഉയർന്നു താഴ്ന്നു. നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത് പുല്ലേ. അവന്റെ ഒരു അജീഷ്.
നിന്നോട് ആരടാ പട്ടി പറഞ്ഞത് അത് അജീഷിന്റെ മോനാണെന്ന്? അവൻ പറഞ്ഞു അങ്ങനെ. അന്ന് ബീച്ച് വെച്ച് ആ കുട്ടി അജീഷിനെ അജിപ്പ എന്നാ വിളിച്ചത്. ആണോ? അവൻ അജീഷിനെ അജിപ്പ എന്നല്ലേ വിളിച്ചത്? അല്ലാതെ നിന്റെ മോള് നിന്നെ വിളിക്കുന്നത് പോലെ പപ്പ എന്നല്ലേ വിളിച്ചത്? ആണോടാ? ഹോ, അപ്പൊ അത് കേട്ടപ്പോ അങ്ങ് ഉറപ്പിച്ചു അത് മോനാണെന്ന് അല്ലേ? ഇവിടെ നിനക്ക് ബോധമില്ലേ കാട്ടാളോ? സ്വന്തം അച്ഛനെ ആരെങ്കിലും പേര് കൂട്ടി വിളിക്കുവോ? നീ ഞാനും ഒക്കെ നമ്മുടെ അച്ഛനെ പേര് കൂട്ടിയാണോ വിളിച്ചത്? പോട്ടെ, നിന്റെ മോള് നിന്നെ പേര് കൂട്ടിയാണോടാ വിളിക്കുന്നത്? നീ എന്താടാ ഇങ്ങനെ? ആരവിന് സിദ്ധുവിന്റെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരമില്ലായിരുന്നു. ഒന്നും മിണ്ടാതെ കുനിങ്ങി നിൽക്കുന്ന ആരവിനെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു, നിനക്ക് എപ്പോഴെങ്കിലും ആ കുഞ്ഞിനെ കണ്ടിട്ട് അവനെ അജിയെപ്പോലിരിക്കാതെ തോന്നിയോ? കുറച്ച് ദേഷ്യത്തോടെ സിദ്ധു ആരവിനോട് ചോദിച്ചു. ഇല്ല, തനിക്കൊരിക്കലും അവനെ കണ്ടിട്ട് അജിയെപ്പോലെ തോന്നിയിട്ടില്ല. പക്ഷേ അവനെ കണ്ടപ്പോൾ എല്ലാം 3 വയസ്സുകാരനായ തന്നെ തന്നെയാണ് താൻ കണ്ടത്. ആരവ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്താടാരോ, നിനക്ക് തോന്നിയോ എന്ന സിദ്ധാർത്ഥിന്റെ ആ ഉറച്ച ശബ്ദത്തിലുള്ള ചോദ്യമാണ് അവനെ തന്റെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അത് കേട്ടപ്പോൾ തന്നെ ആരവ് നിസ്സംശയം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തടിസ്ഥാനത്തിലാണ്ടാ നീ ജാൻവിയുടെ വീട്ടിൽ പോയി ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയത്? എടാ, നിനക്കറിയാമോ നീ വല്ലവന്റെയും കൊച്ചാണെന്ന് പറഞ്ഞ് നിന്റെ സ്വന്തം ചോരയാണ്ടാ. സിദ്ധുവിന്റെ വാക്കുകളിൽ ആരവ് തകർന്നുപോയി. എന്താണ് സിദ്ധു നീ പറയുന്നത്? എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എനിക്കൊരു മോളേ ഉള്ളൂ, പിന്നെ അവൻ എങ്ങനെയാ എന്റെ മകനാകുന്നത്? ആരവ് ഞെട്ടലോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യവാടാ, ഇനിയെങ്കിലും നീ എല്ലാം അറിയണം. നിന്റെ ഒരുത്തന്റെ വാശിയാണ് നിനക്ക് ഇത്രയും നഷ്ടം ഉണ്ടാക്കിയത്. ഇനിയെങ്കിലും നീ എല്ലാം അറിഞ്ഞേ പറ്റൂ. സിദ്ധു താൻ ഡോക്ടർ വിജിതയുടെ അടുക്കൽ നിന്നും അജിയുടെ വാക്കുകളിൽ നിന്നും അറിഞ്ഞ എല്ലാ കാര്യങ്ങളും ആരവിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കരഞ്ഞ് നിലത്തിരുന്നു പോയി ആരവ്. ആരവിന്റെ അവസ്ഥ അറിഞ്ഞതുപോലെ സിദ്ധു അവന്റെ അടുക്കൽ വന്നിരുന്ന് അവനെ ആശ്വസിപ്പിച്ചു. എടാ സിദ്ധു, ഞാൻ എന്തൊരു പാപിയാടാ. ആദ്യം ഞാൻ എൻ്റെ ജാൻവിയെ വേദനിപ്പിച്ചു. പിന്നെ എൻ്റെ സ്വന്തം കുഞ്ഞിന് ഞാൻ എല്ലാത്തിനും ഞാനാ കാരണം. എന്നോ എനിക്കുണ്ടായ നഷ്ടമോർത്ത് ഞാൻ എൻ്റെ ജീവിതം തന്നെ സ്വയം നഷ്ടപ്പെടുത്തി. ഇനി ഞാൻ എങ്ങനെ എൻ്റെ ജാൻവിയെ നോക്കും? അവളായതുകൊണ്ടല്ലേടാ എൻ്റെ 2 സമ്മാനങ്ങളെയും കൊണ്ട് എന്നെ ഓർത്ത് ജീവിക്കുന്നത്. ആരവ് ഇടർച്ചയോടെ പറഞ്ഞു. അതേടാ ആരവ്, ജാൻവി അവളായതുകൊണ്ടാണ്. നിനക്കറിയുമോ, അദ്രുവിനെ കണ്ടിട്ട് പോലും നീ നിന്റെ സ്വന്തം കുഞ്ഞിനെ വല്ലവൻ്റെയുമാണെന്ന് പറഞ്ഞു നടന്നു. പക്ഷേ ജാൻവി അവളുടെ മോളെ തിരിച്ചറിഞ്ഞു, സ്നേഹിച്ചത് കണ്ടോ? അതാടാ യഥാർത്ഥ അമ്മ. നീ കണ്ട ആ നീചയായ സ്ത്രീയെപ്പോലെ അല്ലടാ ജാൻവി. അവളുണ്ടല്ലോ നിന്റെ ഭാഗ്യമാണ്. സിദ്ധു പറഞ്ഞു. അതേടാ, അവളെൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ എന്നേ അറിഞ്ഞതാ. പക്ഷെ അത് നേരിട്ട് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ല, എൻ്റെ ഈഗോ സമ്മതിച്ചില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ മോൻ, അവനെ എനിക്ക് കാണണം. അവനെ എനിക്കെൻ്റെ കൊണ്ട് നടക്കണം. സിദ്ധു, നിനക്കറിയാമോ, ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് എൻ്റെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിങ്ങനെയൊക്കെയാണെന്ന് അറിയില്ലായിരുന്നടാ സിദ്ധു. അതും പറഞ്ഞ് ആരവ് സിദ്ധുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അദ്രുവിനെയും കൊണ്ട് പാർക്കിൽ പോയതാണ് അനു. പോകാൻ അജീഷിനെ വിളിച്ചെങ്കിലും അവൻ കുറച്ചു കഴിയുമ്പോൾ പാർക്കിൽ വന്നോളാം, ഇപ്പോൾ അത്യാവശ്യമായി ഒരാളെ കാണണമെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അജീഷ് പാർക്കിൽ വന്നിരുന്നു. അങ്ങനെ അജീഷ് അനുവിനോട് സിദ്ധാർത്ഥ് വന്ന കാര്യമെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട് അനുവിന് ഒത്തിരി സങ്കടമായി. ജാൻവി അവരോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന പരിഭവം അനുവിന് തോന്നി. അവളുടെ ജീവിതത്തിൽ നടന്നതൊക്കെ ഓർക്കാനുള്ള വിഷമം കൊണ്ടാകും പറയാതെ ഇരുന്നതെന്ന് അജീഷ് അനുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതുപോലെ നമ്മളിതെല്ലാം അറിഞ്ഞ കാര്യം ജാൻവിയോട് പറയേണ്ട, അവൾ തന്നെ ഇനിയെങ്കിലും ഇതൊക്കെ നമ്മളോട് പറയുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അജീഷ് അനുവിനെ ചട്ടം കെട്ടി. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് അദ്രുവിനെയും കൂടി തിരിച്ചെത്തിയ അനുവും അജീഷും കാണുന്നത് ഉമ്മറപ്പടയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കുന്ന ജാൻവിയെയാണ്. ആ കാഴ്ച കണ്ട് അദ്രു ഓടിച്ചെന്ന് അവന്റെ അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് കണ്ണുകൾ തുടച്ചു. മാ എന്ന് തട്ടി വിളിച്ചു. തന്റെ കണ്ണന്റെ അമ്മ എന്നുള്ള വിളിയിൽ ജാൻവി അവനെ അടക്കിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് പുലമ്പി. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റില്ല ആരവേട്ട. അവളുടെ സംസാരത്തിൽ നിന്നും ഈ കാട്ടിക്കൂട്ടലുകളിൽ നിന്നും തന്നെ അനുവിനും അജീഷിനും മനസ്സിലായി ഇത്രയും സമയം കണ്ട് ഇവിടെ എന്തൊക്കെയോ നടന്നെന്ന്.
ജാൻവിയിൽ നിന്നും അദ്രുവിനെ മാറ്റി അവളെ വീടിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ ജാൻവി അവളുടെ കണ്ണനെ അവളിൽ നിന്നും അടർത്തി മാറ്റാൻ സമ്മതിച്ചില്ല. ഒടുവിൽ പാടുപെട്ട് ജാൻവിയെ അനുവും അജീഷും കൂടി ചേർന്ന് അകത്ത് കയറ്റി. അനു അവളെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിരുത്തി. അപ്പോഴും ജാൻവിയുടെ കൈകൾ അവളുടെ കണ്ണനെ പൊതിഞ്ഞു പിടിച്ചു തന്നെയിരുന്നു. അനു പതിയെ ജാൻവിയെ വിളിച്ചു. ജാൻവി മോളെ, നിനക്ക് എന്താ പറ്റിയത്? അനു അവളുടെ തലയിൽ തടിയിടിക്കൊണ്ട് ചോദിച്ചു. അവൾ ചോദിക്കാൻ കാത്തിരുന്നതുപോലെ ജാൻവി അനുവിൻ്റെ കയ്യിൽ പിടിച്ച് കരയാൻ തുടങ്ങി. മോളെ, നിന്റെ ചേട്ടായിയല്ല ചോദിക്കുന്നത്, നീ ഞങ്ങളോട് പറ, എന്താ പറ്റിയത്? നിന്നെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നോ? മോളെ, നീ ഇനിയൊന്നും മറച്ചു വെക്കണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം. നീ ഇപ്പോൾ എന്താ നടന്നെന്ന് പറ. അജീഷിന്റെ ആ വാക്കുകൾ കേട്ടതും ജാൻവി ചേട്ടായി എന്ന് വിളിച്ച് അവിടെ ആരോ വന്നതും അവിടെ നടന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട് അജീഷിന് മനസ്സിലായി സിദ്ധാർത്ഥ തന്നെ കാണാൻ വന്നതിന്റെ പൊരുൾ. ചേട്ടായി, ആരവേട്ടൻ നമ്മളെ തെറ്റിദ്ധരിച്ചു, സ്വന്തം കുഞ്ഞിനെ ആരവേട്ടൻ എന്നും പറഞ്ഞ് അവൾ കരയുവാൻ തുടങ്ങി. മോളെ, നീ ഇങ്ങനെ കരയാതെ. നിന്റെ ആരവേട്ടന് അറിയില്ലല്ലോ നിങ്ങൾക്ക് ഇരട്ടക്കുട്ടികളാണ് ഉണ്ടായതെന്ന്. അതാണ്. നീ വിഷമിക്കാതെ. എല്ലാം തിരിച്ചറിയുമ്പോൾ അവൻ നിന്നെയും അദ്രുവിനെയും തേടി വരും സ്വന്തമാക്കാൻ. അവന് നീയെന്ന് വെച്ച ജീവനാണ്. അവൻ്റെ കുഞ്ഞിലത്തെ മറക്കാൻ പറ്റാത്ത മുറിവാണ് അവന് നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത്. എല്ലാം ഞാനിന്ന് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞറിഞ്ഞു. എല്ലാം ഇനി മോളും അറിയണം. ആരവ് എന്താണ് ഇങ്ങനെയായി പോയതെന്നും പറഞ്ഞ് അജീഷ് സിദ്ധാർത്ഥ് പറഞ്ഞറിഞ്ഞ് ആരവിൻ്റെ കുട്ടിക്കാലം അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. മോളെ, ഇനിയെങ്കിലും നീ കരച്ചിൽ നിർത്ത്. ഇപ്പോൾ തന്നെ ആരവെല്ലാം സിദ്ധുവിൽ നിന്ന് അറിഞ്ഞു കാണും. അവൻ നിന്നെയും നിങ്ങളുടെ കുഞ്ഞിനെയും കൂടെ കൂട്ടാൻ ഉടനെ വരും. ഇനിയെങ്കിലും ഈ തൊട്ടാപടി സ്വഭാവം ഒന്ന് മാറ്റി നീ. ജാൻവി മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്തു. ഇല്ല, ഇനി കരയില്ല. എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടോ ഉള്ളിലൊതുക്കി നടന്നില്ലേ? എന്നാൽ ആരവേട്ടൻ കുറച്ചുകൂടി കാത്തിരിക്കട്ടെ. എനിക്കറിയാം ആ മനസ്സിൽ കുഞ്ഞിലെ താൻ ഒത്തിരി സ്നേഹിച്ച തൻ്റെ അമ്മയുടെ പ്രവൃത്തി കൊണ്ടേറ്റ മുറിവാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന്.